അൻവർ പറഞ്ഞു കേട്ട ഒരു പേരാണ് മാമി. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറെ കാണാനില്ലെന്ന് പരാതി. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കക്കോടി സ്വദേശി രജിത് കുമാറിനെ കാണാതായത്. രജിത് കുമാറിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, PV അൻവറാണ് ഈ പേരും മാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായി ഉയർത്തി കാണിച്ചത്. അതിനുശേഷം ഇപ്പോൾ മാമിയുടെ ഡ്രൈവറെ കാണാനില്ലെന്ന് പറയുമ്പോൾ അതിലും ദുരൂഹതയുണ്ട്. എന്താണിപ്പോൾ പോലീസിൽ കുടുംബം നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്? ശ്രീജ, നേരത്തെ കോഴിക്കോട് നഗരത്തിന് ഈ പേര് ചിരപരിചിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണം ഒട്ടും കാര്യക്ഷമമല്ല മുന്നോട്ട് പോകുന്നുവെന്ന് കുടുംബം നിരന്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കേസ് വീണ്ടും ജനശ്രദ്ധയിലേക്ക് വന്നത് PV അൻവർ MLA ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെടുത്തി ഈ മാമിയുടെ പേര് പറഞ്ഞതോടുകൂടിയാണ്. ഇതേ തുടർന്ന് വീണ്ടും വലിയ വിവാദമാവുകയും കുടുംബം പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ പിന്നീട് സർക്കാർ അറിയിച്ചു ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുവെന്ന്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഊർജിതമായി നടക്കുന്നുവെന്ന വിശദീകരണമാണ് അന്വേഷണ സംഘം നൽകുകയും ചെയ്തത്. ഇതിനിടെയാണ് ഈ അദ്ദേഹത്തിന്റെ സഹചാരി, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഡ്രൈവർ രജിത് കുമാറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയത്. അദ്ദേഹത്തോട് ഹാജരാവണം എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയായിരുന്നു. ഇതേ തുടർന്നാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുന്നത്. 7-ാം തീയതി അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. 2 ദിവസത്തോളം ഭാര്യയുമൊപ്പം അദ്ദേഹം താമസിക്കുകയും ചെയ്തു. കക്കോടി നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് അദ്ദേഹത്തിന്റെ വീട്. പക്ഷെ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് തൊട്ടു പിന്നാലെ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു. 2 ദിവസം ആ മുറിയിൽ താമസിച്ച ശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുറിയും വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്നും പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാണ് കുടുംബം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.